ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാംസബുക്കാണ്. അതിൻ്റെ ചുവട്ടിൽ മീൻ കഴിന്ന് വെള്ളം ഒഴിക്കുകയോ പിന്നെ ഇറച്ചിയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പട്ടി ചത്തതോ എലി ചത്തതോ ഒക്കെ ചെറുതായിട്ട് മണ്ണ് മാറ്റി കുഴിച്ചിട്ടാൽ മതി. ശകലം പോലും മണം വരികയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഷാജി കുംബ്ലാങ്ങമലയിൽ എന്ന കർഷകന്റെ അടുത്താണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടമൊക്കെ ഒന്ന് കാണുകയും ഇവിടുത്തെ കൃഷി രീതികളൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പം നിൽക്കുന്ന ഒരു ജാതി തോട്ടത്തിലാണല്ലോ. അതെ. ഇവിടെ എത്ര ഇനം ജാതികളുണ്ട്? 15 ഇനം ജാതികളുണ്ട്. ഉണ്ട്. എത്ര വർഷമായി ജാതി കൃഷി ചെയ്യാൻ? ജാതി കൃഷി ചെയ്യാൻ തുടങ്ങി ഒരു 15 വർഷം. 15 വർഷമായി. 15 വർഷം മിച്ചമായി. 15 വർഷവും 15 ഇനമുണ്ട്. 15 ഇനം ജാതിയുണ്ട്. 15 ഇനത്തില് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഏതിനമാണ്? അത് ഹൈറേഞ്ചിൽ നിന്ന് കൊണ്ടുവന്നത്. ഹൈറേഞ്ചിന് നല്ലതായിട്ട് തോന്നുന്നു. പിന്നെ കടുമാക്കിന് നല്ലതാണ്. മൊത്തത്തിൽ എല്ലാം നല്ല സീസണാണ്. പത്തിരി കട്ടിയുണ്ട്. കായ എങ്ങനെയുണ്ട്? കായുണ്ട്. കായ്ക്ക് നല്ല തൂക്കമുണ്ട്. എല്ലാ വർഷവും കായ്ക്കും? ഇല്ല, 1-2 വർഷങ്ങളിലാണ് കായ്ക്കും. ചില ജാതി എല്ലാ വർഷവും കായ്ക്കും, ചില 1-2 വർഷം കായ്ക്കുള്ളൂ. ഇല്ല, പത്തിരിക്കട്ടി കിട്ടുന്നതും കായ്ക്ക് തൂക്കമുള്ളതും പിന്നെ വെള്ളക്കാ പോകാത്തതുമാണ് ഏറ്റവും നല്ലത്. കേടില്ലാത്തത്. ജാതിക്ക് നനവ് ആവശ്യമല്ലേ? നനവ് ആവശ്യം. എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്. അതിനുള്ള വെള്ളം ഉണ്ടോ? വെള്ളമുണ്ട്. ഈ വേനക്കും ഉണ്ട്. ഇവിടെ ചെക്കിടാമുണ്ട്. ചെക്കിടാൻ പലക കിട്ടേക്കുന്ന കാരണം തോട്ടിൽ ഇഷ്ടം വെള്ളമുണ്ട്. ആ വെള്ളം ഉള്ളതാണ്. നമ്മുടെ കിണറ്റിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഈ കാണുന്ന ഏതിനാണ് ഇത് കിണറ്റിയാരയാണ്. അതെ. ഇത് അത്യാവശ്യം കായുണ്ട്. ഇതെല്ലാം 1-2 വർഷം കായ്ക്കുള്ളൂ. എല്ലാ വർഷം കായ്ക്കും. ഒരു വർഷം കാ കൂടുതൽ, ഒരു വർഷം കാ കുറവ് എന്നുള്ളതല്ല. ഒട്ടും കായ്ക്കുകയെന്നല്ല അതിനർത്ഥം. ഫലത്ത് വരുമ്പോൾ 1-2 വർഷം കൂടുതൽ കിട്ടത്തുള്ളൂ അല്ലേ? കഴിഞ്ഞാണ് ഇതിനേക്കാൾ കായ്ത്തലുണ്ടായിരുന്നു. ഇയാണ്ട് കുറവാണ്. അത് കാലാവസ്ഥയുടെയാണോ? കാലാവസ്ഥയുടെ എന്തിന്റെ സൈസിന്റെ ആയിരിക്കും. ജാതിയുടെ ചോട്ടിലേ ഇതുപോലെ മണ്ണ് കൂട്ടി ഇരിക്കുന്ന എന്തുകൊണ്ടാ? അതിന് ജാതിയുടെ വേര് മുകളിലാണ് നിൽക്കുന്നത്. അത് കാരണം എല്ലാ വർഷവും മണ്ണ് കുറെ പുതുമണ്ണ് ഇട്ട് കൊടുക്കണം. ഓരോ വർഷം ഇട്ട് കൊടുക്കണം. അത് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിടുവാണോ? ഇല്ല, ഇവിടുത്തെ തന്നെ ഇടുക ചെയ്യുന്നത്. കൂട്ടിയിടുക. മണ്ണ് ചെറുതായിട്ട് മണ്ണൊന്ന് മുകളിൽ ഒന്ന് പുതച്ചു കൊടുത്താൽ മതി. ഇത് കിണറ്റിയരയുടെ ഒരു വേറെ ഇനമായത്. അത് തന്നെ പല ഇനമുണ്ട്. നമ്മളിവിടെ തന്നെ ബഡ് ചെയ്യാറുണ്ടോ? ഞാൻ ബഡ് ചെയ്യാറില്ല. ഞാൻ മേടിച്ച് ബഡ് ചെയ്യുകയും വാങ്ങിച്ച് ബഡ് ചെയ്തു. നല്ല ജാതിയുടെ കമ്പ് കൊണ്ടുവന്ന് ബഡ് ചെയ്തത്. ബഡ് ചെയ്തതാ. ഇതേതാ? ഇതെല്ലാം കിണറ്റിയാര. ഇതെല്ലാം കിണറ്റിയാര. അതെ. കിണറ്റിയാരയാണോ കൂടുതൽ? കൂടുതൽ. ഇതും കിണറ്റിയാരയാണോ? അതെ. ഇതും നല്ല കായുണ്ടല്ലോ. നല്ല കായുണ്ട്. ഈ കിണറ്റിയാരക്ക് തന്നെ പല ഐറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വേറെ സൈസ്, ഇത് വേറെ സൈസ്. അതിന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കായലിലെ അറിയത്തുള്ളൂ. ചിലതിന് പത്രിക്കട്ടി നല്ല പത്രിക്കട്ടിയുണ്ട്. നമ്മുടെ ഈ തോട്ടത്തില് കാ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൺജാതി വേണമെന്ന് പറയും. ആൺജാതി വേണം. നമുക്ക് എത്ര ആൺജാതി ഉണ്ട്? ഇതിന്റെ അകത്ത് 2 ആൺജാതി ഉണ്ട്. 2 മതി. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 100 അടുത്തുണ്ട് ജാതി. 100 2 ആൺജാതി മതി. ജാതിക്ക് എന്തോ ഒരു കേട് പോലെ കാണുന്നത് എന്താ സംഭവം? ഇല കരിഞ്ഞു. മുടിക്കെട്ട് രോഗമാണ്. പുതിയതായിട്ട് ജാതിക്ക് കണ്ടു തുടങ്ങുന്ന ഒരു രോഗമാണ് മുടിക്കെട്ട് രോഗം. ഇത് വന്നു കഴിഞ്ഞാല് മൊത്തം ജാതിക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. മരുന്ന് വല്ലതും ചെയ്തോ? അതിന് മരുന്ന് ചെയ്യുന്നതാ. ആണ്ടിലൊന്ന് ചെയ്യും. പ്രൊഡോമിഷൻ മിശ്രിതത്തിലൂടെ എക്കാൽസ്യം കൂട്ടി അടിക്കും. സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് ഏത് സമയത്തായി സ്പ്രേ? അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ചെയ്യുന്നത്. മഴ ആകുന്നതിന് മുമ്പ്. അടഞ്ഞ മഴയ്ക്ക് മുമ്പ്. പ്രതിരോധം ഉണ്ട്. കൂടുതൽ വ്യാപിക്കുന്നില്ല. പിന്നെ വായുസഞ്ചാരം നല്ലപോലെ വേണം. ഈ വായുസഞ്ചാരം കുറഞ്ഞു വരുന്നതാണ് കുഴപ്പം. ഭയങ്കരമായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകും. ചൂടിന്റെ കൂടുതൽ വന്നു കഴിയുമ്പോൾ ജാതിക്ക്. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ അരുമ്പ് വേണം താൻ. അധികം ആകരുത്. ഈ പല തോട്ടങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേ ജാതിക്ക പൊഴിഞ്ഞ് കിടക്കുന്ന കാണാം. ഇപ്പൊ നമ്മൾ ഈ തോട്ടത്തിൽ വന്നപ്പം ഇങ്ങനെ ജാതിക്ക പൊഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? അത് നല്ലപോലെ കൊടുക്കുന്നതാണ്. 120 ലിറ്റർ 100 ലിറ്ററിന് മുകളിൽ വെള്ളം ദിവസം നനയ്ക്കുന്നുണ്ട്. അത് കാരണമാണ് ഈ പൊഴിച്ചിൽ കുറവ്. അതായത് വേനൊക്കെ നനച്ചു കൊടുക്കണം. പൊഴിച്ചിൽ കുറയും. ഇത് മഞ്ഞപ്പത്രി ഉണ്ടാകുന്ന ജാതിയാണ്. മഞ്ഞപ്പത്രി. ഇത് നട്ടതോളൂ അല്ലേ? കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരെണ്ണം കായ്ച്ചതോളൂ. 3 ഉണ്ട്. മഞ്ഞപ്പത്രി ഉള്ള ജാതിക്കായ്ക്ക് വില കൂടുതൽ കിട്ടും. വില കൂടുതൽ കിട്ടും. അങ്ങനെ പത്രിക്ക് വില കൂടുതൽ കിട്ടും. അതെ അല്ലേ? കായ്ക്ക് നോർമൽ വിലയേ ഉള്ളൂ. നല്ല കാഴ വില കിട്ടുള്ളൂ. ഇത്രയും സിമ്പിൾ പരിപാടിയുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഫ്ലവർ ആയിട്ട് കിട്ടുന്നത്. ഫ്ലവർ ആയിട്ട് തന്നെ എടുക്കണം. അതെ. ഫ്ലവർ ആയിട്ട് എടുത്താലേ നമുക്ക് വിലയുള്ളൂ. ഫ്ലവർ ആയിട്ട് എടുത്താലേ വില കൂടുതൽ കിട്ടുന്നത്. എല്ലാത്തിനും വില കുറയും. തന്നെയാണ് ചെയ്യുന്നത്. പണിക്കാരൊന്നുമില്ല. ഇല്ല. എന്നും രാവിലെ ഉള്ളത് പറക്കും. അന്ന് തന്നെ ഫ്ലവർ പറക്കി എടുക്കും. അതിന് ഉണങ്ങുന്നത് എങ്ങനെയാ? ഉണങ്ങുന്നത് നില വെയിലത്ത് വെച്ച് ഉണങ്ങുക ചെയ്യുന്നത്. ആണോ? പ്രധാനമായിട്ട് എന്ത് വളമാണ് ചെയ്യുന്നത്? ഫാക്ടംബോസ്, പൊട്ടാഷ്, രാസവളം. ജൈവവളം ചെയ്യാറുണ്ടോ? ജൈവവളം ഞാൻ ചാണകം ഇടാറുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് വേറെ സൈസ് ഇനോ ഈ ജാതി. ഇത് എത്ര വർഷമായി നട്ടിട്ട്? ഇത് 3 വർഷം. കായ്ക്കാൻ തുടങ്ങി. ജാതിയുടെ അടി
നന്നായിട്ട് വണ്ണമായിട്ട് നിൽക്കുന്നത്. ഇതെന്താ അങ്ങനെ നിൽക്കാൻ കാരണം? അത് കാട്ടിയാതി പട്ടി. കാട്ടിയാതി പട്ടി ചെയ്തുകൊണ്ടാണ് അങ്ങനെ അല്ലേ? അതെ. അതുപോലെ ജാതിയുടെ വേരുകൾ മുകളിലേക്ക് വരും അല്ലേ? അതായത് മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പം ബലമായിക്കോളും. പിന്നെ വേരോട്ടം കൂടുതൽ കിട്ടും, കാവലം കൂടുതൽ കിട്ടും. പുതുമണ്ണ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എപ്പോഴും പുതുമണ്ണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ? ഏത് സസ്യത്തിനും പുതുമണ്ണ് ഇട്ട് കൊടുക്കുന്ന വളർച്ച കൂടുതൽ കിട്ടും. എല്ലാ സസ്യങ്ങൾക്കും. ഈ പുതുമണ്ണ് ഈ ചോട്ടിൽ നിന്ന് വെട്ടി മുകളിലോട്ട് അങ്ങ് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചോട്ടിൽ നിന്ന് വെട്ടി സൈഡിൽ നിന്ന് വെട്ടി വലിച്ചാൽ മതി. പക്ഷെ പല ആളുകൾ പറയുന്നത് നമ്മൾ ഈ ചോട് ഇളക്കാതെ മണ്ണ് കൊണ്ട് നിടുന്നതല്ലെന്ന്. അത് നല്ലതാ. ഇപ്പൊ മണ്ണെല്ലാം ഇട്ട് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ പുറത്തുനിന്നുള്ള ഇത് അധികം ഇടുന്നില്ലോ, കുറച്ച് വല്ലേ ഇടുന്നുള്ളൂ. അന്നേരം വേര് പോയല. ഇത് ഇവിടെ നിന്നല്ലേ എടുക്കുന്നത്, അകലെന്നല്ലേ എടുക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ കാണുന്ന കമ്പുകളല്ലേ ബഡ് ചെയ്യുന്നത്? കമ്പുകളാണ് ബഡ് ചെയ്യുന്നത് മുകളിലേക്ക്. അതെ. നമുക്ക് ബഡ് ചെയ്യാൻ ആവശ്യക്കാർ വരാറുണ്ട്. ജാതി കണ്ട ഇഷ്ടമുള്ള കമ്പ് ബഡ് ചെയ്യാൻ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. നേഴ്സറിക്കാരാണോ അല്ലെങ്കിൽ കർഷകരാ വന്ന് മേടിച്ചോണ്ട് പോകുന്നത്. ആ ജാതി നേരിട്ട് മേടിച്ചോണ്ട് പോവാ ചെയ്യുന്നത്. 10-15 ജനം ഉള്ളതുകൊണ്ട് 10-15 ജനം ഉള്ളതുകൊണ്ട് വിളിച്ചു പറഞ്ഞതിന് ശേഷം വരും. വന്നു കഴിഞ്ഞാൽ അവര് ഇന്ന ജാതികളെ വേണോന്ന് പറയും. ആ ജാതിയുടെ അവർക്ക് കൊടുക്കും. ഷാജിക്ക് വഡ് ചെയ്യാൻ അറിയോ? എനിക്ക് വഡ് ചെയ്യാൻ അറിയത്തില്ല. ഈ ആനിയല് കൊടിയിട്ടിട്ട് എത്ര വർഷമായി കാണും? 4 വർഷത്തോളമായി. അത്രേ ഉള്ളൂ. 4 വർഷമായതേ ഉള്ളൂ. അങ്ങനെ ഇത്രയും പെട്ടെന്ന് കയറുതല ഇട്ടതാ. ഇത് കഴിഞ്ഞാണ്ടിട്ട കയറുതല. ഇത് കഴിഞ്ഞ വർഷം പുതുമഴയത്ത് ഇട്ടത് കയറുതല, മുഴുത്ത കയറുതല കൊണ്ടുവന്ന് ഇട്ടത് ഇത്. അത് ശരി. 1 വർഷം കൊണ്ട് ഇത്ര ഉയരത്തിൽ കയറും? 2 വർഷം. 1.5 വർഷം. കയറുതല ഇടുന്നത്. കയറുതലയാണ് എപ്പോഴും നല്ലതല്ലേ? എപ്പോഴും നല്ലതാ. സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇടാൻ പറ്റുള്ളൂ. വേറെ ആയിട്ട് നമുക്ക് കിട്ടിയല്ല. തരിയല്ല. പക്ഷെ കയറുതല അടിച്ച് നമ്മളൊരു മരത്തിൽ ഇപ്പൊ നിൽക്കുന്ന പയ്യാനിയില്ലേ, പയ്യാനിയുടെ പക്കത്തോടുള്ള ഇനിയിപ്പോ ഞാൻ കണ്ടി ചിത്താക്കൊടിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് തന്നെ ഇതിന്റെ മാതൃ ചെടി വേണം. അല്ലാണ്ട് ഒരു ഞാൻ ആരും തരുമൊന്നുമില്ല. ഇതും കയറ്റി വിട്ടേക്കുന്ന. ഈ കയറുതല എത്ര ഉയരത്തിലാ കയറ്റി വിടുന്നേ? ഉയരം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കറക്റ്റ് ഉയരം പറയാൻ പറ്റിയല്ല. കണ്ടിച്ചെടുക്കുന്ന മുഴുപ്പിന്റെ ഒക്കെ പോലെ ഉയരം കൂടുന്നതനുസരിച്ച് ഇത് കയറ്റം കൂടുതൽ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.